ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നവർക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ റിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ചാർജറാണ്. ചാർജറിൻ്റെ കേബിൾ വിട്ടുവെന്നാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വിട്ടുപോയേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പഴയ ചാർജറിൻ്റെ കംപ്ലൈൻറ്റ്, ഇപ്പോൾ കേബിളിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ പഴയ നമ്മളെ ഡാറ്റ കേബിളൊക്കെ ഉണ്ടാവില്ല, ആ ഡാറ്റ കേബിൾ വെച്ച് നമുക്ക് ഈ ചാർജർ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ അതാണ് നമുക്ക് വീഡിയോയിലൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ മൊത്തം ഈ ചാർജറിൻ്റെ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ള ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയൊരു ചാർജർ ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ ഇത് വർക്കിംഗ് ആണെന്ന് വാച്ച് വർക്കിംഗ് ആണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഈ കംപ്ലൈൻ്റ് ആയ ചാർജർ നമുക്ക് റീസോൾവ് ചെയ്ത് ഇതുപോലത്തെ പഴയ ഡാറ്റയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചത് പിന്നോ വളഞ്ഞത് ആയിട്ട് നമ്മൾ ഉപേക്ഷിച്ച കേബിൾ ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് ഈ ചാർജറിൽ കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അഥവാ അതിൻ്റെ കേബിളാണ് നമുക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ കേബിളാണ് നമുക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ പഴയ ഡാറ്റ കേബിൾ നമ്മൾ ഉപേക്ഷിച്ചത് ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ മറ്റേ നമ്മളെ സ്ലോട്ടിൻ്റെ അവിടെയാണ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വാച്ചിൻ്റെ ഈ അഡാപ്റ്ററിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കും. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കവർ നമുക്ക് ഊരി ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു ബോർഡ് നമുക്ക് പുറത്തെടുക്കാം. ഈ ചാർജറിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ചെറിയൊരു ബോർഡാണ്. അതിൻ്റെ അകത്ത് രണ്ട് കണക്ഷനാണുള്ള, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അതിൻ്റെ അകത്ത് തന്നെ പോസിറ്റീവ് ഇതിൻ്റെ അകത്ത് 5E എന്ന് പറഞ്ഞൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ആ റെഡ് വയർ നേരെ അതിൻ്റെ അകത്ത് കൊടുക്കുക. അതിൻ്റെ അകത്തൊരു മാഗ്നറ്റാണ്, ഈ മാഗ്നറ്റിനാണ് വാച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് കോഡ് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഈ കോഡ് വയർ ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് വിട്ടു പോകുന്നത്. അപ്പോൾ V5 എന്ന് പറഞ്ഞിട്ട് ഇത് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ആ ബോർഡിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് റെഡ് വയർ നമ്മുടെ പോസിറ്റീവ് വയർ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി സോൾഡറിങ് കാര്യങ്ങളിലേക്ക് പോവാം. സോൾഡറിങ് നല്ല കട്ടിക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ സോൾഡറിങ് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വയറിൽ. അത് നേരെ നമുക്ക് സോൾഡർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ബോർഡ് എടുത്തിട്ട് നമ്മൾ സോൾഡർ ചെയ്യാനൊക്കെ റെഡിയാക്കി. അപ്പോൾ നമുക്ക് ഇനി സോൾഡർ ചെയ്യാം. ഇതാണ് സോൾഡർ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു V5 എന്ന് പറഞ്ഞ പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അവിടെ വേണം പോസിറ്റീവ് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ നെഗറ്റീവ് വരെ നമ്മൾ നല്ല സെറ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോസിറ്റീവ് വരെ സോൾഡർ ചെയ്ത് റെഡിയാക്കാം.
വീഡിയോ കാണുന്ന പോലെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സ്മാർട്ട് വാച്ചിൻ്റെ ചാർജറൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ കേബിളിനാണ് കംപ്ലൈൻ്റ് എങ്കിൽ നമുക്ക് പഴയ നമ്മൾ ഉപയോഗിച്ചിട്ടേക്കുന്ന ഡാറ്റ കേബിള് ഇന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് കൊടുത്ത് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.